ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വേസ് പാണക്കാടൻ. സോ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളോട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ലൈവ് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്തുകൂടെ? ആശാൻ്റെ കൂടെ ഇരുന്നിട്ട് ലൈവ് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് മാർക്കറ്റിനെ വായിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സൈക്കോളജി ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്, ലൈവിൽ നമുക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AOTയുടെ പുതിയ ഇനീഷ്യേറ്റീവായിട്ടുള്ള ലൈവ് ട്രേഡിംഗ് കഫേയെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരുന്നിട്ട് എൻ്റെ ട്രേഡുകൾ എന്താണ് എന്നുള്ളത് വാച്ച് ചെയ്യാൻ പറ്റും. ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ പറയുന്നത്. ഞാൻ എന്താണ് ആ ഒരു ചാർട്ടിൽ വായിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈച്ച് ആൻഡ് എവറി ഡേ മോർണിംഗിൽ ലെവൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. ഇന്നടക്കം ലെവൽസ് പറഞ്ഞു തന്നിട്ട് അത് ഷാർപ്പായിട്ടുള്ള ഫോളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ എല്ലാ ദിവസത്തെയും ലെവൽസ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള ലെവൽസിൽ മാർക്കറ്റിൻ്റെ സ്വഭാവം എന്നുള്ളത്. സോ പറഞ്ഞു വന്ന കാര്യം, ഞാൻ എങ്ങനെയാണ് ഈ ലെവലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എന്തൊക്കെ മെത്തേഡ്സാണ് ഞാനവിടെ യൂസ് ചെയ്യുന്നത്, ക്യാൻഡിലാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് എൻ്റെ അനാലിസിസ് വരുന്നത്, എങ്ങനെയാണ് എൻ്റെ സ്റ്റഡി വരുന്നത്. ആ ഒരു സ്റ്റഡിയിൽ തന്നെ ചില ദിവസങ്ങളിൽ ഞാൻ ട്രേഡിനെ സ്കിപ്പ് ചെയ്യുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ റിവേഴ്സൽ ട്രേഡിന് ഞാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡിനെ പ്ലാൻ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു കഫേയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് മോർണിംഗ് സെഷനിൽ മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്, മാർക്കറ്റിൽ ആകെ ഒരു മണിക്കൂർ, രാവിലത്തെ ഒരു മണിക്കൂറൊക്കെയാണ് നമ്മൾ മിക്കവാറും ദിവസം നിങ്ങൾ എന്നെ ടെലഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ദിവസം ഞാനൊരു 9:30 ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ട്രേഡും പരിപാടികളും തീർന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോഫിറ്റിനെ വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മളുടെ സൈക്കോളജി പ്രോപ്പറായിട്ട് വർക്ക് ആവേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ലൈവിൽ ഇരുന്നിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓഫ് കോഴ്സ് നമ്മുടെ മീറ്റിംഗ് വരാൻ പോകുന്നത് സൂം ത്രൂ ആണ്. ഒരിക്കലും ലൈവ് എൻ്റെ കൂടെ ഇവിടെ ഓഫീസിൽ വന്നിരുന്നിട്ടല്ല, സൂമിലാണ് നമ്മളുടെ മീറ്റ് വരാൻ പോകുന്നത്. ആൻഡ് അത് മോർണിംഗ് അവറിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ലെറ്റ്സ് ഒരു 1.5 മണിക്കൂർ മാത്രമായിരിക്കും ഉണ്ടാവുക. ആൻഡ് നിങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പാലിക്കാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ട്രേഡ് പറഞ്ഞിട്ടല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രേഡ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് കഴിഞ്ഞിട്ട് ഞാൻ കിൽ സ്വിച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് വന്നാൽ മതി. ആൻഡ് കോള് അല്ലെങ്കിൽ ടിപ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ തന്നെ നിന്നാൽ മതി, പുറത്ത് തന്നെ നിന്നാൽ മതി എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയാണ് വേണ്ടത്. മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കതിന് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ലേൺ ആൻഡ് ഏൺ എന്നുള്ളതാണ്. വെറുതെ എന്തെങ്കിലുമോ കാട്ടിക്കൂട്ടിയിട്ട് വെറും പൈസ മാത്രം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിപ്സ് തരാനായിട്ട്, കോൾസ് തരാനായിട്ട് ഒരു തൗസൻഡ്സ് ഓഫ് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ബട്ട് നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, ഒരു വർഷം കൊണ്ട് എനിക്കൊരു പ്രോപ്പർ ട്രേഡർ ആവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡൗട്ടുകൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓഫ് കോഴ്സ് നമ്മുടെ സെഷൻ ഉണ്ടാകാൻ പോകുന്നത് മോർണിംഗിൽ ഒരു 1 അല്ലെങ്കിൽ 1-1.5 മണിക്കൂറൊക്കെയാണ് നമ്മുടെ സെഷൻ ഉണ്ടാകാൻ പോകുന്നത്. എൻ്റയർ ഡേ ഒന്നും നമ്മൾ മാർക്കറ്റിൽ എന്താ പറയുക അധ്വാനിച്ച് വേർക്കാനൊന്നും പോകുന്നില്ല. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ആൻഡ് എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ എങ്ങനെയാണ് വായിക്കേണ്ടത്, ക്യാൻഡിൽസിനെ എങ്ങനെയാണ് വായിക്കേണ്ടത്, മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് മാർക്കറ്റിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ വീണ്ടും പറയുകയാണ്, കോൾസ് ടിപ്സ് എന്നുള്ള രീതിയിലാവരുത് നമ്മളുടെ നോട്ടം ഉണ്ടാവേണ്ടത്. ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലും ആവരുത്. പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതല്ല മണി മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞു തരും, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുക. ഒരിക്കലും നിങ്ങളെ എന്താ പറയുക 2 ദിവസം കൊണ്ട് കോടീശ്വരനാക്കി തരാനുള്ള പരിപാടിയല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കങ്ങനെ മാജിക് ട്രിക്കുകളൊന്നും അറിയില്ല. ഞാൻ എന്താണ് ഒരു ലെവലിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാനത് വായിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ആ ഒരു ലെവലിനെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ട്രേഡിനെ പഞ്ച് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്, എൻ്റെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് എൻ്റെ ടാർഗറ്റിനെ പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ റിവേഴ്സൽ പറയുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അവിടെ വായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു നോമിനൽ ജോയിൻ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഒരു മാസം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്, അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഒരു മിനിമം ജോയിൻ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അതൊന്നും ഒരു വലിയ ഒരു സംഖ്യയോ കാര്യങ്ങളോ ഒന്നുമല്ല. അനാലിസിസ് ഇപ്പം നമുക്കറിയാം, ട്രേഡിംഗ് കഫേസ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ബട്ട് അവിടെ ചെന്നിരിക്കാനൊരു ഫീസ്, അനാലിസിസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫീസ്, അവരുടെ സ്റ്റഡി കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫീസ്, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. സോ നമ്മളൊരിക്കലും അങ്ങനെ ഒരു എന്താ പറയുക
വന്നിരിക്കുന്ന ആളുകളെ ഊറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയല്ല. നിങ്ങൾ എന്താണോ ഒരു മാസം എടുക്കുന്ന സ്റ്റോപ്പ് ലോസ്, ഒരു ദിവസം എടുക്കുന്ന സ്റ്റോപ്പ് ലോസ്, ആ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ പൈസ മാത്രമേ നമുക്കൊരു മാസത്തേക്ക് ഫീസായിട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ്. സോ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഇമ്മൻസ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നുള്ളത്. കാരണം ഞാൻ മാർക്കറ്റിനെ എങ്ങനെയാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എന്താണ് ആ ഒരു പോയിന്റിൽ ഞാൻ വായിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 2 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ മുടക്കിയിട്ടുള്ള ഫീസോ കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാവണം നമ്മളുടെ മണി മാനേജ്മെൻറ്റ്, എങ്ങനെയാവണം നമ്മളുടെ ട്രേഡിംഗ് സൈക്കോളജി, എങ്ങനെയാവണം നമ്മളുടെ പ്രിസൈസ് എൻട്രി, എങ്ങനെയാവണം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ മാർക്കറ്റിനെ വായിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു മാസം കൂടെ ഇരുന്നിട്ട് ആൻഡ് ഹോൾഡ് സപ്പോർട്ട് നമുക്ക് തരാൻ പോവുകയാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാനുള്ള. ഇനി എനി ചാൻസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ്. @ArtOfOptionTradingAdmin എന്നുള്ള ടെലഗ്രാമിലേക്ക്. സോ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. ആൻഡ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാനിവിടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു മാസത്തേക്കാണ് നമ്മുടെ ഈ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. ഇന്ന് നിങ്ങൾ ജോയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഒരു മാസം. ആൻഡ് ഈ ഒരു മെസ്സേജ് നിങ്ങൾ കാണുന്നത് 4 ആഴ്ച കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ മുതൽ ഒരു മാസം. ആൻഡ് അതിനിടയിൽ എന്തെങ്കിലും ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും 1-2 ദിവസം ക്ലാസ് ഇല്ലാണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യും. ആൻഡ് ടോട്ടൽ 30 ഡേയ്സ് ആയിരിക്കും അതിൻ്റെ ഒരു വാലിഡിറ്റി ഉണ്ടാവുക. ആൻഡ് ഇത് ഓട്ടോമേറ്റഡ് ആണ് കാര്യങ്ങളെല്ലാം തന്നെ. ലൈക്ക് നിങ്ങളവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവും. അവിടെ നിങ്ങൾക്ക് സൂമിൻ്റെ ലിങ്ക് ഈച്ച് ആൻഡ് എവറി ഡേ രാവിലെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. മാർക്കറ്റ് ഓപ്പൺ ആയി മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ആ ഒരു സമയം മുതൽ 9:20 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ആൻഡ് അതിനുശേഷം നമുക്കൊരു 1.5 മണിക്കൂർ നമുക്ക് ഒരുമിച്ചിരിക്കാം. എങ്ങനെയാവണം മാർക്കറ്റിനെ വായിക്കേണ്ടത്, എങ്ങനെയാവണം സെൻറ്റിമെൻറ്റ് ഉണ്ടാവേണ്ടത്, അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാവണം ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. എഗെയിൻ പറയാണ്, കാശ് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയായിട്ട് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വരരുത്. ആൻഡ് ഒരുപാട് എൻട്രീസ് ചാർട്ടിൽ എടുത്ത് കൂട്ടുക അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വരരുത്. കാരണം ഇതൊന്നും എൻ്റെ ഒരു ശീലമല്ല. എൻ്റെ ശീലം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ കൂടെ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. ബെസ്റ്റായിട്ടുള്ള ഒരു ട്രേഡ് പിക്ക് ചെയ്യുക, അതിനകത്ത് സ്റ്റോപ്പ് ലോസ് വരാം, ടാർഗറ്റ് വരാം. സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തൊരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിൽ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? സോ രണ്ടും വന്നേക്കാം. സോ എങ്ങനെയാണ് ഞാൻ ഇതിനെ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് എൻ്റെ സൈക്കോളജിനെ ഞാൻ മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മോർ ദാൻ ഏർണിംഗ് ലാക്സ് ഇൻ എ ഡേ അതല്ല നമ്മുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത്. മാർക്കറ്റിനെ കുറിച്ച് പ്രോപ്പറായിട്ട് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ കൂടെ ജോയിൻ ആകാവുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും ഈ ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈവ് റൂമിൽ കാണാം. ബൈ.